ഇവിടെ നമ്മൾ കാണുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ നോർത്ത് കൊറിയ സന്ദർശിച്ചതും അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നുമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളുമെല്ലാമാണ്. അപ്പോൾ പ്രധാനമായും എന്താണ് റഷ്യ ഉത്തര കൊറിയ സുരക്ഷാ ഉടമ്പടിക്ക് പിന്നിൽ? അതായത് പടിഞ്ഞാറൻ ആധിപത്യമുള്ള രാജ്യങ്ങളെ മെയിനായിട്ടും USA, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നതിനായിട്ടും അവർക്കെതിരെയുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉന്നുമായി ബുധനാഴ്ച പോങ്യാങ്ങിൽ കൂടിക്കാഴ്ച നടത്തിയത്. സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചതും 24 വർഷത്തിനിടയിൽ പുടിൻ്റെ ആദ്യത്തെ ഉത്തര കൊറിയ സന്ദർശനമാണിത്. ശീതയുദ്ധം അവസാനിച്ചതിന് ശേഷം മോസ്കോയ്ക്കും പോങ്യാങ്ങിനുമിടയിൽ ഏറ്റവും ശക്തമായത് എന്ന് വിശേഷിപ്പിക്കുന്ന കരാറിലാണ് ഒപ്പുവെച്ചത്. ആക്രമണമുണ്ടായാൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹായിക്കണമെന്ന കരാറിലാണ് ഒപ്പുവെച്ചത്. തലസ്ഥാനമായ പോങ്യാങ്ങിൽ പുടിനെ രാജകീയ വരവേൽപ്പോടെയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ സ്വീകരിച്ചത്. ഇതുകൂടാതെ ഇരു രാജ്യങ്ങളും വാണിജ്യ സുരക്ഷാ ബന്ധം ശക്തമാക്കുകയും ചെയ്യും. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തമാർജിക്കുന്നത് US അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ ആശങ്കയോടെ കൂടിയാണ് നോക്കിക്കാണുന്നത്. അതായത് ഇരു രാജ്യങ്ങളും ആണവ ശക്തിയുള്ള രാജ്യങ്ങളാണ്. കൂടാതെ ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ രാജ്യങ്ങളുമാണ്. ആയതിനാൽ തന്നെ ഇവർ ഒന്നിക്കുന്നത് തീർച്ചയായും ചൈനയെയും US-ൻ്റെയും ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കിം ജോങ് ഉൻ റഷ്യൻ പര്യടനത്തിനിടെ റഷ്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് സൈറ്റ്, ഫൈറ്റർ ജെറ്റ് ഫാക്ടറി, ന്യൂക്ലിയർ ശേഷിയുള്ള ബോംബറുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഘടിപ്പിച്ച പസഫിക് ഫ്ലീറ്റ് എന്നീ റഷ്യൻ സൈനിക ആസ്തികളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ പറയുന്ന പ്രധാന കാര്യം തന്നെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ ഏറ്റെടുക്കുന്നതിന് മെക്കാനിസങ്ങൾ സ്ഥാപിക്കാൻ ഇരുവരും സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബഹിരാകാശം ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും സഹകരിക്കാനും സമ്മതിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഉത്തര കൊറിയയോ റഷ്യയോ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സൈനികമായി ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തോടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കിമ്മും പുടിനും കരാറിൽ സമ്മതിച്ചിരുന്നു. അതായത് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സൈനിക സഹകരണം തന്നെയായിരിക്കും. കൂടാതെ ആയുധ ഇടപാടുകളും ഒരു ബാർട്ടർ സംവിധാനത്തിൽ നടത്തുമെന്നും സൂചിപ്പിക്കുന്നു. പോങ്യാങ്ങിൽ എത്തുന്നതിന് മുന്നോടിയായി ഉത്തര കൊറിയയുടെ സർക്കാർ നടത്തുന്ന പത്രമായ റോഡോങ് സിൻമുൻ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുടിൻ റഷ്യയും ഉത്തര കൊറിയയും പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കാത്ത ഒരു വ്യാപാര പേയ്മെൻറ്റ് സംവിധാനം വികസിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും മേലിലുള്ള അന്താരാഷ്ട്ര ഉപരോധം മറികടക്കാൻ സഹായിക്കും. നിരവധി ഉപരോധങ്ങൾ ഉള്ളതിനാൽ തന്നെ മോസ്കോയും പോങ്യാങ്ങും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനായി കടൽ റൂട്ടുകളേക്കാൾ റെയിൽവേ ഉപയോഗിച്ച് സൈനിക ഹാർഡ്വെയർ കൈകാര്യം ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. ഇതിൻ്റെ ഫലമായി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഖസൻ രാജ്യൻ റെയിൽവേ ക്രോസിംഗ് നവീകരണത്തിൽ റഷ്യൻ റെയിൽവേ പങ്കാളികളാകുമെന്ന് പുടിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള കഴിഞ്ഞ ദിവസം ഒപ്പിട്ട പ്രതിരോധ ഉടമ്പടിയെ ദക്ഷിണ കൊറിയ വളരെ രൂക്ഷമായാണ് വിമർശിച്ചത്. UN രക്ഷാസമിതി പ്രമേയങ്ങൾക്ക് വിരുദ്ധവും ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഈ ഉടമ്പടിയെന്നും റഷ്യയുമായുള്ള ബന്ധത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും ദക്ഷിണ കൊറിയ പ്രസിഡന്റിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു. റഷ്യ അധിനിവേശം നടത്തിയിട്ടുള്ള യുക്രൈനിന് മനുഷ്യ സഹായം മാത്രം നൽകി വന്നിരുന്ന നയം മാറ്റി ആയുധങ്ങൾ നൽകുന്നത് പരിഗണിക്കുമെന്നാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ പറയുന്നത്. ഉത്തര കൊറിയ തുടർച്ചയായി ആണവ മിസൈൽ പരീക്ഷണം നടത്തുന്നതിനെ തുടർന്നുള്ള മേഖലയിൽ അശാന്തി പടരുന്നതിനിടെയാണ് റഷ്യ ഉത്തര കൊറിയയുമായി സൈനിക ഉടമ്പടി ഒപ്പുവെച്ചത്.